എൻ്റെ സൗണ്ട് മൊത്തം പോയിട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. എന്നാലും ഓക്കെ, മുടി കുളമായിപ്പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ കുളമായില്ല. ഞാൻ മൊത്തം കൂടെ എന്തോ ചെയ്തപ്പോൾ മൊത്തം പോയി. മെയിൽ ചെയ്യണം. സോ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയറിന് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യണേ ക്ലീൻ മൈ സ്കിന്നിൻ്റെ ഫേസ് വാഷാണ്. സോ ഇത് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഫാൻ ഓഫ് ചെയ്തു. അപ്പം കുറച്ചുകൂടെ ബെറ്ററായിട്ട് കേൾക്കാൻ തോന്നുന്നു. ഞാൻ ഡോറ് തുറന്നിട്ടു. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ കേൾക്കും, കിളികളുടെ ഒക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണർ. ഇത് പ്ലമ്മിൻ്റെ ടോണറാണ്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റിയില്ല. സോ ഞാൻ ചോദിക്കാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ട് ചെയ്യാം. കണ്ണിനകത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് മിറ്റുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇത് ഡി കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ലിപ് ബാമാണ്. എനിക്ക് എന്നെപ്പോലെ ഡാർക്ക് ലിപ്സ് ഉള്ളവർക്കാണ് യൂസ് ചെയ്യുക. SPF 13 വരും. നല്ല ലിപ് ബാമാണ്. അത് വെച്ചിട്ട് ലിപ്പെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസർ, എൻ്റെ ആസിഡ് പോൺസിൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഇത് ഡോട്ട് ആൻഡ് കെയുടെ സൺസ്ക്രീനാണ്, വിറ്റമിൻ C. സോ ഇത് കുറച്ച് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ ഇത് ഫേസിൽ യൂസ് ചെയ്യും. ആൻഡ് ഈ ഒരു റെനയുടെ 15 SPF ഈ ഒരു സ്പ്രേ സൺസ്ക്രീൻ ഇത് ഫേസിൽ യൂസ് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നത്. ഗ്ലോ സൺസ്ക്രീൻ സ്പ്രേ എന്ന് എഴുതിയിട്ടുണ്ട്. ഫേസിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം. ഇത് ഞാൻ ബോഡിയിൽ തന്നെ സ്പ്രേ ചെയ്യും. പിന്നെ ഫേസിൽ റീഅപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ അത് പരിപാടി. ആവേശത്തിന് പോയിട്ടൊന്ന് ചുമ്മാ കേളാക്കി സെറ്റാക്കി ഇത് പോവും. ഒരു 10 മിനിറ്റ് മതി. എൻ്റെ തലയിലെ കേളൊന്നും നിൽക്കത്തില്ല. എൻ്റെ സ്ട്രെയിറ്റ് വേവി ഹെയറാണ്. അപ്പം ഇതൊക്കെ പോവും. അപ്പം എനിക്ക് കേളി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എൻ്റെ ഹെയർ ലെങ്ത്തും ഞാൻ കട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് വുൾഫ് കട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, ഹെയർ സ്റ്റൈൽ ചെയ്യണോ അതോ ഇച്ചിരി നന്നായിരുന്നു എൻ്റെ പ്ലാൻ. ലെറ്റ്സ് സീ. എനിക്ക് നന്നായിട്ട് കാണാം. ബിക്കോസ് ഞാൻ ഇപ്പോൾ വെളിയിൽ വന്നു. മീൻസ് ഇട്ട് സൺസ്ക്രീൻ ബ്ലെൻഡ് ആയിട്ടില്ല. ഓക്കെ, ഇതാണ് എൻ്റെ റിയൽ. വെയിൽ ആക്ച്വലി എവിടെ നിന്നാ വെയിൽ കിട്ടണില്ല. ഗൈസ് മുഖത്ത് തുണി കഴുകിയിട്ടേക്കും. നമുക്ക് അവിടെ നിന്നെടുത്ത് ഹലോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഇതെന്ത് സംഭവിച്ചാൽ ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് നോർമലി മേക്കപ്പ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമില്ലാത്തൊരാ മീൻസ് മേക്കപ്പ് എൻ്റെ ഫേസിൽ ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാനോ അതിനെ പറ്റിയിട്ട് കൂടുതൽ ചെയ്യാനോ ഇഷ്ടമാണ്. എൻ്റെ ഫേസിൽ എന്താ എനിക്ക് ചെയ്യാൻ ഇഷ്ടമെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അത്ര ഒരു ഇതില്ലാത്തത്. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ തീരെയും ചെയ്യാതായി. സ്കിൻ കെയർ മാത്രമായി. പക്ഷെ ഇപ്പം വീണ്ടും എനിക്കെന്തോ മേക്കപ്പ് ചെയ്യാൻ തോന്നി. സോ മേക്കപ്പൊക്കെ ചെയ്ത് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഏത് റീലും എൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നതും ഇൻസ്റ്റഗ്രാമിലാണ്. സോ അപ്പം എന്നെ കുറച്ചും കൂടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് നോക്കുക. സോ ഞാൻ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആൻഡ് ഈ ഒരു മേക്കപ്പ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ സൂൺ ഞാനത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിന് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും സൗണ്ട് ഉണ്ടാവും. കൺസ്ട്രക്ഷൻ ബോക്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് സൗണ്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ബാക്കി വീഡിയോയും വോയിസ് ഓവർ ചെയ്തത്. ഇത് എങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോ ആണെന്ന് എനിക്ക് പറയണമെന്ന് അറിയില്ല. ഇതൊരു റോ വീഡിയോ ആയിട്ട് എടുക്കാം. എന്താണോ നടക്കുന്നത് അത് ഷൂട്ട് ചെയ്യാന്നുള്ള ഒരു ഡേയിൽ. ഇതൊരു സൺഡേ വ്ളോഗാണ്. സോ അപ്പോൾ അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. റീലൊക്കെ എടുത്ത് വന്നിട്ട് ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നേരെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഷൂട്ടുണ്ട് നാളെ. ഈ വ്ളോഗ് എടുക്കുന്നത് സൺഡേ ആണ്. മൺഡേ എനിക്ക് ഷൂട്ടും ഉണ്ട്, അന്ന് എനിക്ക് എക്സാമും ഉണ്ട്. സോ മോർണിംഗ് ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയൊന്ന് ഹെയർ സെറ്റ് ചെയ്യണമായിരുന്നു പാർലറിൽ പോയിട്ട്. അപ്പോൾ അതിൽ പോയിട്ട് ഹെയർ സെറ്റ് ചെയ്തു. പിന്നെ എൻ്റെ അനിയന് സ്പായൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ എൻ്റെ ഷൂട്ടിനുള്ള ഡ്രസ്സൊന്ന്
ഒരു കെട്ട് വെക്കാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. കുറച്ച് ഓൾട്രേഷൻ വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൽ സാഡസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോർണിംഗ് എണീറ്റപ്പോൾ ഇത് ഫുൾ പോയി. എൻ്റെ മുടി അങ്ങനെയാണ്, ഇറ്റ്സ് എ സൈക്കോ ഹെയർ. ബിക്കോസ് സ്ട്രെയിറ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കത്തില്ല, ഒരു ഇതേപോലെ ഒരു വേവി പോലെ ആവും. കേൾ ചെയ്തിട്ട് കേളുമായിട്ടും നിൽക്കില്ല, വേവി പോലെ ആവും. അതൊരു വേവി ഹെയർ ആണ് എൻ്റെത്. അതിന് ഇഷ്ടമുള്ള നീ എന്തോ ചെയ്യും, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുമെന്നുള്ള പോലെയാണ്. അഫ്കോഴ്സ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ തന്നെ കുറേ വീഡിയോസ് എടുത്തു. ഈ ക്ലിപ്സ് എല്ലാം കൂടെ ആക്ച്വലി ആഡ് ചെയ്തപ്പോൾ ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് എത്രയാക്കി. സോ ദെൻ ഞങ്ങൾ പിന്നെ ലുലുവിൽ പോയി. നമ്മൾ ഓണമൊക്കെ അല്ലേ, സോ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലുലുവിലോട്ട് പോയി. ഫസ്റ്റ് തന്നെ അഫ്കോഴ്സ് സ്റ്റുഡിയോയിലാണ് പോയത്. സ്റ്റുഡിയോയിൽ പോയിട്ട് ഡ്രസ്സ് നോക്കാൻ വെച്ചു. പക്ഷെ ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ ആകെ ഒരു ടീഷർട്ടും പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ഒരു ഷൂ ആണ് ഞാൻ ആകെ എടുത്തത്. ഞാൻ കുറേയൊക്കെ ട്രയൽ ചെയ്ത് നോക്കി, ബട്ട് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വെച്ചു ഓൺലൈൻ വാങ്ങിക്കാം എന്നോർത്തിട്ട് വന്നു. അമ്മയും വാങ്ങിച്ചില്ല, എൻ്റെ അനിയൻ മാത്രമാണ് വാങ്ങിച്ചത്. സോ അപ്പം ഫസ്റ്റ് തന്നെ ഈ ഡ്രസ്സ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് ഇറ്റ് ഈസ് ടു പ്രൈസി ഫോർ മീ. സോ അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. നെക്സ്റ്റ് ഈ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് ഞാൻ ഇതും എടുത്തില്ല. എന്താണെന്ന് ഇപ്പോൾ എടുത്താൽ കൊള്ളാമായിരുന്നു തോന്നുന്നു, ബട്ട് വേണ്ട, നമുക്ക് ഓൺലൈൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും വെച്ചിട്ട് വന്നു. പിന്നെ ഈ ഒരു മിനി ഡ്രസ്സ്, ഇതും കുറച്ച് എനിക്ക് വലുതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ അത് ഈ ഒരു ഡ്രസ്സ്, പക്ഷേ ആ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ചെരുപ്പ് ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഷൂസ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷൂസ് എടുത്തു. നാക്കൊക്കെ കുഴയുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ ലിപ്സ്റ്റിക്കൊക്കെ ഞാനിങ്ങനെ കയ്യിൽ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ അവിടെ പോയിട്ട് കുറേ നോക്കും. എന്നിട്ട് ഞാൻ കുറേ ലിപ്സ്റ്റിക്കും കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങി. സോ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കാണണമെങ്കിൽ എൻ്റെ നെക്സ്റ്റ് വ്ലോഗ് കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോമോസിൽ പോയിട്ട് മോമോസ് വാങ്ങിച്ചു. എൻ്റെ വീട്ടിൽ എനിക്കെന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ മറ്റേ ഈ പാനിപ്പൂരി, മോമോസ്, ചൈനീസ് ഫുഡ് ഐറ്റംസ്, നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ ഫുഡൊക്കെ എനിക്ക് മാത്രമാണ് കൂടുതലായിട്ട് ഞാനാണ് കഴിക്കുക, വേറെ ആരും അങ്ങനെ കഴിക്കില്ല. സോ അപ്പം ഞങ്ങൾ പോയി ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചു. ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തു നിന്നാണ് ഫുഡ് വാങ്ങിച്ചത്. സോ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തു നിന്നാണ് ഫുഡ് കഴിച്ചത്. അതെന്താണെന്ന് ഞാൻ അങ്ങനെ വന്നു, വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടിരുന്ന് ഞാൻ ഫുഡ് കഴിച്ചു, ബിക്കോസ് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് ലവ് ഇറ്റ്. നിങ്ങൾ ഇനിയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ട്രൈ ഇറ്റ്. നല്ല രസമാണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ പോലെ ഞാൻ നല്ല സൂപ്പർ വായി നോക്കിയാണ്. വായിനോട്ടം മീൻസ് ഓരോരുത്തരെയും ഡ്രസ്സും അങ്ങനെയൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇടയ്ക്ക് അവർ വന്നു. ഞാൻ പകുതി കഴിച്ചപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവരെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 9-9:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ദെൻ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. And tata, bye bye, see you, take care, bye.